എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ചെറുകുന്നമ്പലം, ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിനെ പറ്റിയും നാട്ടിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയൊക്കെ കാണാനും അറിയാനും ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. കുറച്ച് ലെങ്തിയാണ്, ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. അല്ലപ്പ വിഷു കഴിഞ്ഞിട്ട് ഇത്രയായിട്ട് ഇപ്പാന്നാ ഒരു ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തോന്നിയതെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത്. പിന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കണ്ണപുരം ചെറുകുന്ന് ദേശവാസികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. ഞങ്ങൾ ആദ്യ ദിവസത്തെ ഉത്സവത്തിനേ പോയി തുടങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ. ഇനി ഒരു 7 ദിവസം അമ്പലത്തിൽ തന്നെയായിരിക്കും. അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഈ അമ്പലത്തിലെ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എന്നല്ല, ഞങ്ങളുടെ നാട്ടുകാർക്ക് മുഴുവനും അങ്ങനെ തന്നെയാണ്. എത്ര തിരക്ക് പിടിച്ച ആൾക്കാരാണെങ്കിലും എത്ര ദൂരമുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ നാടുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വിഷുക്കാലാവുമ്പോഴേക്കും നാട്ടിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട്. പലരും വരാറുമുണ്ട് കേട്ടോ. ആദ്യ ദിവസത്തെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പം കാണുന്നത്. ഇത് വിഷുവിൻ്റെ തലേത്തെ ദിവസമാണ് കേട്ടോ. മേട സംക്രമം മുതൽ മേടം 7-ാം തീയതി വരെയാണ് കേട്ടോ ഉത്സവം ഉണ്ടാവുക. മേടം 2-ാം തീയതി ചെറുകുന്ന്, 3-ന് കണ്ണപുരവും, 4-ന് ഇരിണാവ്, 6-ന് പറശ്ശിനി എന്നീ ദേശവാസികളുടെ കാഴ്ചവരവും കരിമരുന്ന് പ്രയോഗവും ഉത്സവത്തിനുണ്ടാവും. ഈ കാഴ്ചവരവും കരിമരുന്നും തന്നെയാണ് കേട്ടോ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം. അമ്പലം സ്ഥിതി ചെയ്യുന്നത് ചെറുകുന്നിലാണെങ്കിലും ചെറുകുന്നിന് ചുറ്റുമുള്ള ദേശക്കാരുടെയും ഏറ്റവും വലിയ ആഘോഷം ചെറുകുന്നമ്പലത്തിലെ ഉത്സവം തന്നെയാണ് കേട്ടോ. കാഴ്ചവരവും ഒക്കെയായിട്ട് എല്ലാ ദേശക്കാരും ഒരുപോലെയാണ് അമ്പലത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത്. വിഷുവിന് പുലർച്ചെ വീട്ടിലെ കണിയൊക്കെ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും നേരെ അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അമ്പലത്തിലെ കണി കാണൽ അത് വേറൊരു രസമാണ് കേട്ടോ. രാവിലെ കുളിച്ചൊരുങ്ങി കോടിയൊക്കെ ഉടുത്ത് എല്ലാവരും നടന്നിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടാവും, വളരെ വലിയൊരു ക്യൂ ഉണ്ടാവും കേട്ടോ കണി കാണാൻ വേണ്ടിയിട്ട്. അമ്പലത്തിനകത്ത് നെറ്റിപ്പട്ടമൊക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു കണിയായിരിക്കും ഒരുക്കിയിട്ടുണ്ടാവുക. അമ്പലമുറ്റത്ത് വീണ കച്ചേരി ഉണ്ടാവും, അതൊരു പതിവാണ്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ അമ്പലത്തിലുണ്ടാവും കേട്ടോ. ഇതകത്തെ കാഴ്ചകളാണ്. കണി കണ്ടു പോകുന്നവരും ഒരു ഭാഗത്തുണ്ട്. ഇതൊക്കെ പച്ചക്കറികളൊക്കെ മുറിക്കുന്നത് ദിവസവും അവിടെ ഭക്ഷണം കൂടി ഉണ്ട് കേട്ടോ. ചെറുകുന്നമ്പലത്തിൽ പൊതുവെ എല്ലാ ദിവസവും ഉച്ചക്കും രാത്രിക്കുമായിട്ട് ഭക്ഷണം ഉണ്ടാവാറുണ്ട്. ഉത്സവത്തിന് പിന്നെ പറയണ്ടല്ലോ. അമ്പലത്തിലേക്ക് വരുന്നവർക്കൊക്കെ എപ്പോഴും അവിടെ ഭക്ഷണം ഉണ്ടാവും കേട്ടോ. അന്നപൂർണേശ്വരിയാണ്, അതുകൊണ്ട് അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് അമ്പലത്തിൻ്റെ ഊട്ടുപുരയാണ്. ഊട്ടുപുര വഴിയാണ് കണി കണ്ട ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മുന്നിൽ നീണ്ട ക്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ അമ്പലത്തിൽ മുന്നിലേക്കൂടെ കയറി മുന്നിലേക്കൂടെ തന്നെ പുറത്തിറങ്ങാവുന്നതാണ് കേട്ടോ. സെറ്റും മുണ്ടും സെറ്റ് സാരിയൊക്കെ ഇട്ട് ഫുള്ളൊരു കേരള വൈബാണ് കേട്ടോ. വിഷുവിന് പുലർച്ചെ അമ്പലത്തിലുള്ള ഒരു കാഴ്ച. ഞങ്ങൾ കുറേ നേരം അമ്പലത്തിൽ ചിലവഴിച്ചതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് പോവുക. ഇത് ഞങ്ങളുടെ ക്ഷേത്രച്ചിറയാണ് കേട്ടോ. ഇത് നവീകരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ടൈലൊക്കെ പാകി നല്ല ലൈറ്റും ചെടികളൊക്കെ ആക്കിയിട്ട് അമ്പലത്തിലേക്ക് വരുന്നവർ വേറൊരു വൈബുള്ളത് ഈ ഒരു ചിറക്കരയിലായിരിക്കും കേട്ടോ. ഉത്സവത്തിൻ്റെ മേളം കേട്ടില്ലേ? ഈ മേളമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകൾക്ക് ഒരു ജീവൻ കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഉണർവും ഒരു സന്തോഷവും ഉണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ കാണുന്ന പന്തൽ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വട്ടപ്പന്തൽ. ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിന് മുന്നിലും ചുറ്റിലും നിർമ്മിക്കുന്ന ഈ വട്ടപ്പന്തലാണ്. വട്ടപ്പന്തലിന് തുടക്കം കുറിക്കുന്നത് എല്ലാ വർഷവും മലയാള മാസം ധനു 2-ാം തീയതിയാണ്. പന്തലിനാവശ്യമായിട്ട് 111 തേക്കിൻ തൂണുകളും 7500-ൽ പരം മെടഞ്ഞ ഓലയും കൊണ്ടാണ് കേട്ടോ ഈ ഒരു വട്ടപ്പന്തൽ നിർമ്മിച്ചിട്ടുള്ളത്.
കേരളത്തിൽ ഏതെങ്കിലും ഒരു ഉത്സവത്തിന് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓരോ ദിവസവും ഉത്സവം എഴുന്നള്ളിപ്പ് ഓരോ ദേശങ്ങളിലേക്കായിട്ട് പോകും കേട്ടോ. അതിന് യാത്രയക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആനപ്പുറത്ത് തിടമ്പ് കയറ്റിയിട്ടാണ് പോവുക. ഗോവിന്ദ ഗോവിന്ദ എന്നുള്ളൊരു വിളിയും കൊണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരും ബാല്യക്കാരും വാദ്യക്കാരും ഒക്കെ ആയിട്ട് ആ ഒരു കാഴ്ച അത് വേറെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണേ. അമ്പലത്തിന് ചുറ്റും വെറുതെ കറങ്ങി നടക്കുന്നത് തന്നെ ഒരു രസമാണ്. നമ്മളൊക്കെ മെയിനായിട്ട് അത് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് വരികയാണെങ്കിൽ വട്ടപ്പന്തലിൽ അവിടെ ഇരുത്തി കൊടുക്കുകയേ വേണ്ടൂ. അവിടെ അവർ മേളവും വാദ്യവും ആനയൊക്കെ കണ്ടിട്ട് അങ്ങ് ഇരുന്നോളൂ. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു 2-3 റൗണ്ട്, 2-3 എത്രയോ റൗണ്ട് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒരു നേരാവും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും. വട്ടപ്പന്തലിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇരട്ടി ആൾക്കാർ അമ്പലത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലുണ്ടാവും കേട്ടോ. അമ്പലം തൊട്ട് ചെറുകുന്ന് തറ വരെ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതിന് ചുറ്റും ഒരുപാട് ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെയാണ് ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഉണ്ടാവുക. വട്ടപ്പന്തലിനകത്ത് കാണുന്നൊരു സന്തോഷമുണ്ട്. ചിലപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുമുട്ടാത്ത പലരെയും പിന്നീട് വീണ്ടും കാണുന്നത് ഈ ഒരു വട്ടപ്പന്തലിനകത്ത് വെച്ചിട്ടായിരിക്കും. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് സന്തോഷിക്കാനും സ്വറ പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റിയൊരിടാന്ന് കേട്ടോ ഞങ്ങളുടെ വട്ടപ്പന്തൽ. ഉത്സവ എഴുന്നള്ളത്ത് അമ്പലത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ ദേശക്കാരുടെ വക ഗംഭീരമായിട്ടുള്ള കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. പ്രായഭേദമന്യേ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ചുറ്റി അടിച്ച് നടക്കുന്നൊരു കാഴ്ചയാണ് ഉത്സവപ്പറമ്പിൽ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉത്സവവും ഉത്സവപ്പറമ്പും അത്രയും സുരക്ഷിതത്വം നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. അതിനു ചുറ്റിലും ഒരുപാട് ആൾക്കാരുടെ, ഒരുപാട് കൂട്ടായ്മകളുടെ സുരക്ഷിത കരങ്ങൾ ഈ ഉത്സവത്തിന് ചുറ്റും ഉണ്ട് കേട്ടോ. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാലോ ഒക്കെ സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ പാർട്ടിക്കാരും അമ്പല കമ്മിറ്റിക്കാരും ഒക്കെ ഉണ്ട്. അവരുടെ പരിശ്രമം, അവരുടെ അധ്വാനം ഒക്കെ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ ദേശക്കാരുടെയും കാഴ്ചവരവാണ് ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് കണ്ണപുരം ദേശത്തിൻ്റെ കാഴ്ചവരവിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. കണ്ണപുരത്തിൻ്റെ പല പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഓരോ ചെറു സംഘങ്ങളായിട്ട് ഒരു സ്ഥലത്ത് ഒത്തുകൂടി അവിടുന്ന് എല്ലാവരും കൂടി ഒരു വലിയ ഘോഷയാത്രയായിട്ട് അമ്പലത്തിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാഴ്ചവരവ്. വിളക്കൊക്കെ പിടിച്ചിട്ട് കുറച്ച് പേരുണ്ടാവും, മുത്തുക്കുടയും ഓലക്കുടയൊക്കെ പിടിച്ച ആൾക്കാരുണ്ടാവും, വാദ്യഘോഷങ്ങളുണ്ടാവും, ഓരോരോ ആർപ്പ് വിളികളുണ്ടാവും, പരിപാടികളുണ്ടാവും. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അമ്പലത്തിലേക്ക് കാണിക്കയായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ആയിട്ട് ഒരു വലിയ ഘോഷയാത്ര അമ്പലത്തിലേക്ക് വരുന്നതാണ് കേട്ടോ ഈ കാഴ്ചവരവ്. നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മത്സരം തന്നെയാണ്. ഓരോ ദേശക്കാരുടെ വകയും ആരുടെ കാഴ്ചവരവാണ് ഗംഭീരം എന്ന്, ഏത് ദേശത്തിൻ്റെ കാഴ്ചവരവാണ് ഉണ്ടായത് അന്ന് അവരുടെ വക ഗംഭീരമായിട്ടുള്ള കരിമരുന്ന് പ്രയോഗവും ഉണ്ടാവും കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ ചെറുകുന്ന് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 പഞ്ചായത്തിലായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അന്നപൂർണേശ്വരിയും ശ്രീകൃഷ്ണനുമാണ്. അന്നപൂർണേശ്വരി ചെറുകുന്ന് പഞ്ചായത്തിലും ശ്രീകൃഷ്ണൻ കണ്ണപുരം പഞ്ചായത്തിലുമാണ്. കണ്ണൻ്റെ പുരം എന്ന് കണ്ണപുരം എന്ന് കണ്ണപുരം ദേശത്തിൻ്റെ പേരിന് പിന്നിലെ ഒരു കഥകളിലൊന്നും അതാണ് കേട്ടോ. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓണത്തിനെക്കാട്ടിയും ഏറ്റവും വലുത് വിഷുവാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ അമ്പലവും അമ്പലത്തിലെ ഉത്സവവും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലാസ്റ്റ് ദിവസത്തെ ചന്തവാരലും കൂടെ കഴിഞ്ഞാൽ ഉത്സവം അവസാനിക്കലായി. അപ്പോൾ ഇനി അടുത്തൊരു വിഷുക്കാലത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ നമ്മുടെ നാട്ടുകാർ.